Hi friends, welcome back to achnishub. നമ്മളെല്ലാ മലയാളികളും വിഷു ആഘോഷിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. വിഷുവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിഷുക്കണി തന്നെയല്ലേ. പൊന്നിൻ കണിക്കൊന്നയൊക്കെ വെച്ച് കണി കാണാമെന്ന് പറയണതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോഴേ ഒരു പ്രത്യേക സന്തോഷമല്ലേ. സോ ക്രാഫ്റ്റ് ചെയ്യാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി വിഷു സ്പെഷ്യലായിട്ട് ഇന്ന് കണിക്കൊന്നയാണ് കാണിക്കുന്നത്. പേപ്പർ വെച്ചിട്ട് കണിക്കൊന്ന എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. സോ നമുക്ക് പേപ്പർ വെച്ചിട്ട് കണിക്കൊന്ന എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ പേപ്പർ കണിക്കൊന്ന ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് 2 കളർ പേപ്പേഴ്സ്, ഗ്രീൻ ആൻഡ് യെല്ലോ. ക്രീപ്പ് പേപ്പേഴ്സ് ആണെങ്കിൽ ബെറ്റർ. പിന്നെ ടിഷ്യൂ പേപ്പർ, ഫ്ലോറൽ ടേപ്പ്, പിന്നെ നൈസായിട്ടുള്ള 2 കളർ കമ്പി, പിന്നെ കുറച്ചും കൂടി വണ്ണമുള്ള കമ്പി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 കളേഴ്സ് യെല്ലോ ആൻഡ് ഗ്രീൻ, പിന്നെ ഗം വേണം, പിന്നെ ഗ്ലൂ ഗൺ ആൻഡ് സിസേഴ്സ്. ഫസ്റ്റ് നമ്മൾ കണിക്കൊന്നയുടെ മുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത്ര ലെങ്ത് ഉള്ളൊരു കമ്പി എടുത്ത് അതിൻ്റെ ടിപ്പ് ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൽ അത് ഒരു മുട്ട പോലെ ആക്കി ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് ഇതിൽ കളർ ചെയ്യണം. ഗ്രീനും യെല്ലോ കളേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്രീൻ കളർ എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ചെയ്ത നമ്മുടെ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് അത് സ്പ്രെഡ് ആയിരിക്കണം. സോ നമ്മൾ കുറേശ്ശെ ചെയ്യാം ആദ്യം. ഇനി നമ്മൾ യെല്ലോ കളറ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ടിപ്പിലായിട്ട്. യെല്ലോ കളറ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈറ്റായിട്ട് ചെയ്ത് പിന്നെ കുറച്ച് കട്ടിയിൽ നമ്മൾ പെയിൻ്റ് എടുത്ത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഗ്ലൈസിങ് കിട്ടും ആ മുട്ടിന്. ഇനി നമ്മൾ ജസ്റ്റ് അതൊന്ന് ഉണങ്ങാൻ വയ്ക്കുക. അത് കഴിയുമ്പോൾ ഫ്ലോറൽ ടേപ്പ് അതിൽ ചുറ്റിയെടുക്കുക. ആ ഗ്രീനിൻ്റെ പകുതി തൊട്ട് നമ്മൾ ചുറ്റിയെടുക്കണം. ഇതുപോലെ കുറച്ചധികം മുട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂവിൻ്റെ വലുപ്പം ഇതൊക്കെ അനുസരിച്ച് മുട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വിരിഞ്ഞ് പൂ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം മുട്ട് ഉണ്ടാക്കുന്ന പ്രൊസീജിയേഴ്സ് വെച്ച് നമ്മളത് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്രീപ്പ് പേപ്പർ, യെല്ലോ ക്രീപ്പ് പേപ്പർ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പൂവിൻ്റെ ചെറിയ പൂമ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 4 ഇതളാണ്. സോ നമ്മൾ 4 എണ്ണം ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് 4 സൈഡിൽ ഒട്ടിച്ചു വെക്കണം.
ഇനി നെക്സ്റ്റ് ചെയ്യുന്നതിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയേഴ്സ് ആണ്. ഇതുവരെ നമ്മൾ സെയിം തന്നെ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് അത് ഉള്ളിലേക്കാക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് ഗ്രീൻ പേപ്പർ എടുത്തിട്ട്, ക്രീപ്പ് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, സാധാ പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ട് നമ്മളിത് ജസ്റ്റ് ഒരു 5 എണ്ണം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഇതുപോലെ അറേഞ്ച് ചെയ്യുക. ഇനി നമുക്കിതിൽ ഫ്ലോറൽ ടേപ്പ് ചുറ്റിയെടുക്കണം. ഈ സെയിം പൂവിട്ടും കുറച്ചധികം നമ്മൾ ചെയ്ത് വയ്ക്കുക. ഇത്ര എണ്ണമൊന്നുമില്ല, നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ഇതനുസരിച്ച് ചെയ്യുക. ഫ്ലോറൽ ടേപ്പ് ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കളറ് പെയിൻറ്റ് ചെയ്യണം. ഫ്ലോറൽ ടേപ്പ് ഡിഫറെൻറ്റ് കളർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം നമുക്ക്. പിന്നെ ഫ്ലോറൽ ടേപ്പ് ചുറ്റിയതിൻ്റെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. സോ അതും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അതിൽ പെയിൻറ്റ് ചെയ്യണത്. ഇവിടെ ഇപ്പോൾ 2 ടൈപ്പും പൂമൊട്ടും ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ കംപ്ലീറ്റ് വിരിഞ്ഞിരിക്കുന്ന പൂ ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവർ കളർ കമ്പി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് അത് ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് സെയിം ഒരു ഓവൽ ഷേപ്പ് തന്നെ, പക്ഷെ കുറച്ചും കൂടെ വലിയ ഒരു എതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇതിൽ നിന്ന്. നമ്മളിനി ഓരോ ഇതളും ഓരോ കമ്പിയിൽ ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാതെ നമുക്ക് പൂവ് സെറ്റ് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിട്ട് ഫ്ലെക്സിബിളായിട്ട് ഇതളുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. അതിനുശേഷം നമ്മൾ ആ ഇതളൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് അടിഭാഗത്തായിട്ട് ബാക്കിയുള്ള ഇത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് നീറ്റാക്കി വയ്ക്കുക.
ഇതുപോലെ നമുക്കൊരു 5 പെറ്റൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഒരു ഫ്ലവറിന്. പിന്നെ നമ്മളൊരു 3 ഗോൾഡൻ കളർ കമ്പി ഇത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു സിൽവർ കളർ കമ്പി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഗോൾഡൻ കളറിനെക്കാട്ടും കുറച്ച് ലെങ്ത് കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സെയിം കളർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് 2 കളർ കമ്പി യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ആ 4 കമ്പി ഒരുമിച്ച് വെച്ച് ഇതുപോലെ ജസ്റ്റ് നമ്മൾ വളച്ചെടുക്കണം. ഇനി ജസ്റ്റ് ഇതുപോലെ ഒരു ചെറിയ ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് നമ്മളതിലൊരു ഗം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കണം ചെറുതായിട്ട്. പൂവിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി നമ്മൾ കനം കുറച്ച് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി കിട്ടും അതിന്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കമ്പി എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു സൈഡിലായിട്ട് ഗം അപ്ലൈ ചെയ്യാം. ഇനി ഈ ഒരു പീസ് നമ്മൾ ജസ്റ്റ് അവിടെ റൗണ്ടിൽ ചുറ്റിയെടുത്ത് ഒട്ടിച്ച് വയ്ക്കുക. ഇനി പെറ്റൽസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 3 പെറ്റൽസ് മേലെ 2 പെറ്റൽസ് താഴെയായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കണിക്കൊന്ന പൂവിന് ഫുൾ കറക്റ്റ് നമുക്ക് നോക്കിയാൽ അറിയാം. ചുറ്റും പെറ്റൽസ് വെറുതെ വെക്കുകയല്ല. ഒരു 3 പെറ്റൽസ് ഇങ്ങനെ മേലേക്ക് നിൽക്കുന്നുണ്ടോ, 2 പെറ്റൽസ് താഴേക്കായിരിക്കും നിൽക്കുക. അത് നമ്മൾ ആ കമ്പി വളച്ച് വെച്ചതിൻ്റെ ആ വളവിൻ്റെ താഴേക്കാണ് 2 പെറ്റൽസ് നിൽക്കുക. ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് 3 പെറ്റൽസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അന്നേരം ആ പൂവിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കുക. ഇനി ഇതുപോലെ നമ്മൾ ഇതിൻ്റെ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ കമ്പികൾ ഒന്ന് ജസ്റ്റ് കളർ ചെയ്യണം. അതിൽ നമ്മൾ ഗോൾഡൻ കളർ യൂസ് ചെയ്ത കമ്പിക്ക് യെല്ലോ കളർ കൊടുക്കണം. പിന്നെ ഒരൊറ്റ സിൽവർ കളർ കമ്പിക്ക് ഗ്രീൻ കളർ ചെയ്യണം. ഇനി നമ്മൾ അതിൻ്റെ തണ്ടിനും ജസ്റ്റ് ഗ്രീൻ കളർ തന്നെ സെയിം പെയിൻറ് ചെയ്യണം. ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് ആ കമ്പിയറിൽ ടിപ്പിലായിട്ട് ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ചെയ്യുമ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കാണ്ട് ജസ്റ്റ് നല്ല കട്ടിയായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യുക. ഈ കളർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ കളർ യൂസ് ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ ഇത്രയും മുട്ടും ഫ്ലവേഴ്സും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫുൾ കണിക്കൊന്ന ഫ്ലവറിൻ്റെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെറിയ മുട്ടകൾ ആദ്യം എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെയിം പ്രൊസീജിയറിൽ തന്നെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സ് വരെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്ലോറൽ ടേപ്പ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നമ്മളൊരു 3 എണ്ണം വെച്ചതിന് ശേഷം ഫ്ലോറൽ ടേപ്പ് ചുറ്റി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പിന്നെ നെക്സ്റ്റ് 3 എണ്ണം വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചുറ്റി ഒരു പകുതി ആകുമ്പോൾ നമ്മൾ കുറച്ച് കനമുള്ള കമ്പിയും കൂടെ അതിന് കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം ഫ്ലോറൽ ടേപ്പ് ചുറ്റിയിടാൻ. ഇപ്പം നമ്മളെല്ലാ ഫ്ലവറും ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് വരുന്ന ബാക്കിയുള്ള കനമുള്ള കമ്പി നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കിയതുപോലെ, അപ്പോൾ കുറച്ച് തണ്ടിൻ്റെ ആ ലാസ്റ്റ് ഭാഗം നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് വേണം നമ്മൾ ആ ഫ്ലോറിലേക്ക് ബാക്കി ചുറ്റിയെടുക്കാൻ. ഇനി നമ്മൾ ഈ കണിക്കൊന്നയുടെ തണ്ട് ഫ്ലോറൽ ടൈപ്പ് ഡിഫറെൻറ്റ് കളർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആ സെയിം പെയിൻറ്റ് ഗ്രീൻ കളറ് തണ്ടിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ പേപ്പർ വെച്ചിട്ടുള്ള കണിക്കൊന്ന. ഇത് നമുക്ക് പൂജ റൂമിലോ അല്ലെങ്കിൽ വോളിലൊക്കെ ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിലും ജസ്റ്റ് ഡെക്കറേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം നമുക്ക്.